ഓൺലൈൻ ഷോപ്പിംഗ് എന്നത് എല്ലാവർക്കും ശീലമായി കഴിഞ്ഞു. ഇഷ്ടമുള്ള പ്രോഡക്റ്റ് വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യാനും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റി വാങ്ങാനുമുള്ള അവസരമുള്ളതുകൊണ്ട് ഭൂരിഭാഗം ആളുകളും ഓൺലൈൻ ഷോപ്പിംഗ് ആണ് കൂടുതൽ നടത്തുന്നത്. കൂടാതെ ഒട്ടേറെ ഓഫറുകളും വിലക്കുറവുകളും ഫ്ലിപ്കാർട്ട്, ആമസോൺ ഉൾപ്പെടെയുള്ള കമ്പനികൾ നൽകുന്നുമുണ്ട്. അതിനിടയിലാണ് ഷോപ്പിങ്ങിന് പ്ലാറ്റ്ഫോം ഫീ ഈടാക്കി തുടങ്ങിയത്. ചെറിയ തുകയാണെങ്കിലും പ്ലാറ്റ്ഫോം ഫീ കസ്റ്റമേഴ്സിന് അധിക ബാധ്യതയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പ്ലാറ്റ്ഫോം ഫീ കൂടാതെ ഓർഡറുകൾ ക്യാൻസൽ ചെയ്യുന്നതിനും ഫീസ് നൽകേണ്ട സാഹചര്യം വരികയാണ്. നിലവിൽ ഓർഡറുകൾ ക്യാൻസൽ ചെയ്യാൻ കമ്പനികൾ പ്രത്യേകം ഫീസ് ഈടാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഫീച്ചർ അനാവശ്യമായി ഉപയോഗിക്കുന്നത് സെല്ലേഴ്സിന് നഷ്ടം വരുത്തുന്നുവെന്നാണ് കണ്ടെത്തൽ. ഈ നഷ്ടം മറികടക്കാനാണ് ക്യാൻസലേഷൻ ഫീ ഈടാക്കാൻ ഒരുങ്ങുന്നത്. മറ്റൊരു അപ്ഡേറ്റ് സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് ഫൈനലൈസ് ആയാൽ വരുന്ന ജനുവരിയോടെ ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ലഭ്യമാകും. ഇതിൽ പ്രധാനമായും മുന്നോട്ട് വന്നിരിക്കുന്നത് സ്റ്റാർലിങ്ക് ആണ്. ഈ സേവനം ലോഞ്ച് ചെയ്യുന്നതിന് മുന്നോടിയായി അവരുടെ ഉപഗ്രഹ സ്ട്രെങ്ത് ശക്തമാക്കിയിരിക്കുകയാണ് സ്പേസ് എക്സ്. കഴിഞ്ഞ ദിവസം 23 ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിച്ചിരിക്കുകയാണ്. വ്യത്യസ്ത ഉപഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തി ലേറ്റൻസി പരമാവധി കുറച്ചുകൊണ്ട് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാനാണ് സ്റ്റാർലിങ്ക് ലക്ഷ്യം വയ്ക്കുന്നത്. നിലവിൽ പല രാജ്യങ്ങളിലും സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന സ്റ്റാർലിങ്ക് 50 Mbps വേഗതയിലുള്ള ബേസിക് പ്ലാൻ മുതൽ 220 Mbps വേഗതയുള്ള സേവനം വരെ നൽകി വരുന്നുണ്ട്.